ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് റെഗുലർ ഗ്രാമറാണ്. അപ്പോൾ ഒരു ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഒരു ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് 4 ടപ്പിൾസ് ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഗ്രാമർ G ഈക്വൽ ടു VN VT P, S. അപ്പോൾ ഒരു ഗ്രാമർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വരുന്ന 4 ടപ്പിൾസ് ആണിത്. VN VT P, S. VN എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പർ കേസ് ആൽഫബറ്റ്സ് വെച്ചിട്ടായിരിക്കും നോൺ ടെർമിനൽസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി VT എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ടേർമിനൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോവർ കേസ് ആൽഫബറ്റ്സ് വെച്ചിട്ടായിരിക്കും. അപ്പം ഈ നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം, നമുക്കതിനെ ടെർമിനൽസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ബട്ട് ടെർമിനൽസ് എന്ന് പറയുന്നത് നമുക്ക് ദോസ് ആർ വേരിയബിൾസ് വിച്ച് കനോട്ട് ബി റീപ്ലേസ്ഡ്. ഓക്കെ, ഇനി അടുത്ത P എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റൂളാണ്. S എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പലും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാമറിൻ്റെ ബേസിക് ടപ്പിൾസ്. ദാറ്റ് ഇസ് G ഈക്വൽ ടു ഗ്രാമറിൻ്റെ 4 ടപ്പിൾസ് ആണ് VN VT P, S. VN is the set of non-terminals. It is represented by uppercase alphabets. It can be replaced by terminals. VT is the set of terminals. It is represented by lowercase alphabets. It cannot be replaced. P is the production rule and S is the start symbol. So, what is a regular grammar? Regular grammar എന്ന് പറയുമ്പോഴത്തേക്കും a grammar of the form A to epsilon or A to A or A to AA. ഈ 3 ഫോംസിൽ ഏതെങ്കിലും ഒരു ഫോംസ്, അതായത് ഞാനിപ്പം ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്. അതായത് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി എ സിംഗിൾ നോൺ ടെർമിനൽ അതായത് അപ്പർ കേസ് ആൽഫബറ്റ്സ് non-terminal on the left hand side followed by a single terminal. Epsilon is also a terminal. Okay, followed by a single terminal or a terminal followed by a non-terminal on the right hand side. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മൂന്നുമാണ് ഞാൻ ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ. ഓക്കെ, സോ റെഗുലർ ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ ഗ്രാമർ whose production should have only a single non-terminal on the left hand side followed by a single terminal. രണ്ടും ടെർമിനലാണ്, എപ്സിലോണും ടെർമിനലാണ്, ഇതും ടെർമിനലാണ്. followed by a single terminal or a single terminal followed by a non-terminal on the right hand side. അതാണ് റെഗുലർ ഗ്രാമർ. ഓക്കെ, അപ്പോൾ റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത് ടൈപ്പ് 3 ഗ്രാമറാണ്. ടൈപ്പ് 3 റെഗുലർ ഗ്രാമറിന് നമ്മൾ ടൈപ്പ് 3 ഗ്രാമർ എന്നാണ് പറയുന്നത്. ആൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ്. ഓക്കെ, ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഇനി ഈ റെഗുലർ ഗ്രാമറിൽ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലീനിയർ ഗ്രാമർ ആൻഡ് ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ. അപ്പം റൈറ്റ് ലീനിയർ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ ഹൂസ് പ്രൊഡക്ഷൻ ഇസ് ഓഫ് ദ ഫോം A to A B or A to A. ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തതാണ്. അതായത് ടെർമിനലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നോൺ ടെർമിനൽ വരണം. അതാണ് റൈറ്റ് ലീനിയർ ഗ്രാമർ. ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ എന്ന് പറയുമ്പോഴോ A to A, അതായത് ടെർമിനലിൻ്റെ ലെഫ്റ്റിലായിട്ട് നോൺ ടെർമിനലും ആണ്. അതാണ് ലെഫ്റ്റ് ലീനിയർ ഗ്രാമർ. അതാണ് 2 ടൈപ്സ് ഓഫ് റെഗുലർ ഗ്രാമർ, റൈറ്റ് ലീനിയറും ലെഫ്റ്റ് ലീനിയറും. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് റെഗുലർ ഗ്രാമർ ടു ഓട്ടോമേറ്റ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ റെഗുലർ ഗ്രാമർ ഇസ് ഡിഫൈൻഡ് ബൈ, ഒരു റെഗുലർ ഗ്രാമർ തന്നിട്ടുണ്ട് S to AS, S to AS or S to A. ഇത് റെഗുലർ ഗ്രാമർ അല്ലേ? ആണ്, ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇറ്റ്സ് പ്രൊഡക്ഷൻ കണ്ടെയ്ൻസ് a single non-terminal on the left hand side followed by a single terminal and a non-terminal or a single terminal. അപ്പോൾ ഇത്
എന്താണ് റെഗുലർ ഗ്രാമർ ആണ്. അപ്പോൾ ഒരു റെഗുലർ ഗ്രാമർ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ട്രാൻസിഷൻ സിസ്റ്റം എക്സെപ്റ്റിംഗ് ദിസ് ഗ്രാമർ വിച്ച് ഇസ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അപ്പം അതാണ് റെഗുലർ ഗ്രാമർ ടു ഓട്ടോമേറ്റ കൺവേർഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഗ്രാമറിൻ്റെ ടപ്പിൾസ് എഴുതുക. ഗ്രാമറിൻ്റെ അല്ല, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് റെഗുലർ ഗ്രാമർ ടു ഓട്ടോമേറ്റ അല്ലേ. അപ്പോൾ ഓട്ടോമേറ്റയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓട്ടോമേറ്റയുടെ ടപ്പിൾസ് എത്രയാണ്? 5 ടപ്പിൾസ് ഉണ്ട്, അറിയാലോ. ക്യൂ, സിഗ്മ, ഡെൽറ്റ, Q0, F. അപ്പോൾ ആ 5 ടപ്പിൾസ് എഴുതുക. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് സിമ്പിൾസ്. ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ. Q0 ഇസ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. F ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ അത് അത്രയും നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇതല്ലേ, S to A അതാണ് നമുക്ക് തന്നേക്കുന്ന റെഗുലർ ഗ്രാമർ. അപ്പോൾ അതിനെ നമ്മൾ ഓട്ടോമേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ S to AS എന്ന് പറയുന്ന ഫസ്റ്റ് ഈ ഒരെണ്ണത്തിന് ആദ്യമേ നമുക്ക് നോക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് കൊടുക്കുക. Q0 എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് കൊടുക്കുക. അവിടുന്ന് ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു സ്റ്റേറ്റ് കൊടുത്തു, Q0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കാമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഗ്രാമർ നോക്കണം. നമ്മൾ ഗ്രാമർ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്ര നോൺ ടെർമിനൽസ് വന്നിട്ടുണ്ട്? ഇവിടെ ആകെയുള്ള നോൺ ടെർമിനൽ എന്ന് പറയുന്നത് S ആണ്, അതായത് ഒരു സിംഗിൾ നോൺ ടെർമിനലേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വരണമെന്ന് വെച്ചാൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ, അതായത് ഗ്രാമറിൽ എത്ര നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ഉണ്ടോ, നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് +1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 സ്റ്റേറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിവിടെ ടപ്പിൾസ് ചെയ്തപ്പോൾ Q0, QF 2 സ്റ്റേറ്റ്സ് കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു റെഗുലർ ഗ്രാമർ തന്നിട്ട് ഓട്ടോമേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, റെഗുലർ ഗ്രാമർ നോക്കുക, അതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ S മാത്രമാണ് നോൺ ടെർമിനൽ. അപ്പോൾ ദ നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് +1 gives you the number of states in the finite automata. So here the number of non terminal is S, that is number of non terminal is 1. So 1 + 1 2 സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ വേണ്ടത്. അപ്പോൾ 2 സ്റ്റേറ്റ് വേണമെന്ന് എന്തായാലും മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്. ഇതിനെ എങ്ങനെ ഒരു ഓട്ടോമേറ്റയുടെ ഫോമിലേക്ക് എങ്ങനെ ഒരു ട്രാൻസിഷൻ എഴുതാം ഇതിൻ്റെ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ് ഞാനിപ്പോൾ Q0 എന്ന് കൊടുത്തതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പം S to AS, എസ്സിനെ ഞാനിപ്പോൾ Q0 എന്ന് കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ S to AS, അപ്പോൾ അതൊരു സെൽഫ് ലൂപ്പിലായിരിക്കും വരുന്നത്. Q0ന്ന് Q0യിലേക്ക് തന്നെ വരുന്ന ഒരു ഇതാണ് ആ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് S to A. ഇങ്ങനെ ഒരു ട്രാൻസിഷൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് എന്താണ്, ഇതിൽ നിന്നിപ്പോൾ ഒരു നോൺ ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനലിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലുള്ള ഒരു പ്രൊഡക്ഷൻ, അതായത് S to A ഓർ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AK to A, സപ്പോസ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇത് ടെർമിനലിലല്ല എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇറ്റ് ഈസ് റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ളത്. ഓക്കെ, അല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ AI to AAJ എന്നാണെങ്കിൽ AI ഒരു സ്റ്റേറ്റ്, AJ വേറൊരു സ്റ്റേറ്റ്. ഇപ്പോൾ സപ്പോസ് QI QJ 2 സ്റ്റേറ്റ്, അതിൻ്റെ ട്രാൻസിഷൻ A. ഓക്കെ, അതുമല്ല ഇപ്പം ഇതേപോലെ ഇപ്പം ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഇങ്ങനത്തെ ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ 2 സെയിം സ്റ്റേറ്റ്സ്, അവിടെ A ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ സെൽഫ് ലൂപ്പ് ഇട്ട് A കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് S to AS, അപ്പോൾ ഞാൻ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റാണ് എടുത്തത്. Q0യിൽ A സെൽഫ് ലൂപ്പിൽ കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് S to A. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, ടെർമിനലിൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ A കൊടുക്കുക, ഒരു ഫൈനൽ സ്റ്റേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു ഗ്രാമർ തന്നിട്ടുണ്ട്. G = A0 A1 AB P A0. അപ്പോൾ ഗ്രാമറിൻ്റെ ടപ്പിൾസ് ഏതൊക്കെയാണ്? VN VT P
എസ്. ഓക്കെ, വി എൻ വി ടി പി കോമ എസ്. അപ്പോൾ ഇവിടെ ആദ്യമേ നമുക്ക് തന്നേക്കുന്നതാണ് നമ്മളുടെ നോൺ ടെർമിനൽസ്, സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്. രണ്ടാമത് തന്നേക്കുന്നതാണ് സെറ്റ് ഓഫ് ടെർമിനൽസ്, പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റാർട്ട് സിമ്പിൾ. ഓക്കെ, വേർ പി കൺസിസ്റ്റ് ഓഫ് നമ്മുടെ പ്രൊഡക്ഷൻസ് ആണ് ഈ തന്നേക്കുന്നത്. A0 to A1, A1 to B A1, A1 to A1 to B A0. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഈ റെഗുലർ ഗ്രാമറിനെ തന്നിരിക്കുന്ന റെഗുലർ ഗ്രാമറിനെ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താ എഴുതേണ്ടത്? ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ടപ്പിൾസ് ക്യൂ സിഗ്മ ഡെൽറ്റ Q0 എഫ്. അതിൽ ക്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേണമെന്ന് എങ്ങനെയാണ് നോക്കണ്ടേ? തന്നേക്കുന്ന റെഗുലർ ഗ്രാമർ നോക്കുക, അതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് നോൺ ടെർമിനൽസ്. ഇവിടെ ഇപ്പോൾ 2 നോൺ ടെർമിനൽസ് ഉണ്ട്. അപ്പം ദ നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് പ്ലസ് 1 that is equal to 3 gives you the number of states in the finite automata. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്ര സ്റ്റേറ്റ് വേണം? 3 സ്റ്റേറ്റ്. ഇവിടുത്തെ സിമ്പിൾസ് ഏതൊക്കെയാണ്? എ ബി ആണ്. എയും ബിയും ആണ് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് സിമ്പിൾസ്. ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആയിട്ട് എടുത്തു, ഫൈനൽ സ്റ്റേറ്റ് Q2 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് തന്നേക്കുന്ന പ്രൊഡക്ഷൻസ്, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പ്രൊഡക്ഷൻസ് എടുത്ത് എഴുതുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് പ്രൊഡക്ഷൻ, അപ്പോൾ ആദ്യമേ നമുക്ക് ഞാൻ പറഞ്ഞു തന്നു 3 സ്റ്റേറ്റ് വേണമെന്ന് മനസ്സിലായേ. അപ്പോൾ Q0, Q1, Q2 ഞാൻ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുത്തേക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ട് Q2. ഓക്കെ, എന്നിട്ട് ഇത് Q2, Q0, Q1, Q2. അപ്പോൾ ഫസ്റ്റ് ഇതാ A0 ഗിവ്സ് A1. അപ്പോൾ A0 ഗിവ്സ് A1. ഇതാ ഇങ്ങനൊരു ട്രാൻസിഷൻ കൊടുത്തു. A0യെ നിങ്ങൾ Q0 ആയിട്ട് കൺസിഡർ ചെയ്യുക. A0യെ Q0 ആയിട്ട്, A1നെ Q1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം A0 ഗിവ്സ് A1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ കൊടുത്തു. ഇനി നെക്സ്റ്റ് A1 ഗിവ്സ് BA1. അതെന്താണ്? സെൽഫ് ലൂപ്പ് B. നെക്സ്റ്റ് A1 ഗിവ്സ് A. അത് അങ്ങനെ ഒരു ട്രാൻസിഷൻ കാണുമ്പോൾ ടെർമിനലിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ഫൈനൽ സ്റ്റേറ്റ് A. ഇനി A1 ഗിവ്സ് BA0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ലൂപ്പ്. ഓക്കെ, അതാണ് ഇവിടെ പഠിച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. എസ് ഗിവ്സ് 0S bar 1A bar 1, A gives 0A bar 1A bar 0 bar 1. അപ്പോൾ ഇതാ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മുടെ ഓട്ടോമേറ്റയുടെ ടപ്പിൾസ്. ഇവിടെ ഇപ്പം ക്വസ്റ്റ്യനിൽ എത്ര ടെർമിനൽസ് ഉണ്ട്? എസ് ഒരു ടെർമിനലാണ്, എ ഒരു ടെർമിനൽ, 2 ടെർമിനൽസ്. അപ്പം 3 സ്റ്റേറ്റ്സ്. ഇവിടുത്തെ ഇൻപുട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത് 0യും 1. ടെർമിനൽസ് ആണ് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ്. അപ്പോൾ അതാ ഇൻപുട്ട് സിമ്പിൾ 0, 1, സ്റ്റാർട്ട് സ്റ്റേറ്റ് Q0, ഫൈനൽ സ്റ്റേറ്റ് Q1 ആയിട്ട് എടുത്തു. നമ്മളുടെ പ്രൊഡക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഓട്ടോമേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം ഇവിടെ ഫസ്റ്റ് എസ് ഗിവ്സ് 0S. അതാണ് നമ്മളുടെ ഫസ്റ്റ്. ഇപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് ഞാൻ Q0 ആയിട്ടും എ എന്ന് പറയുന്നത് Q1 ആയിട്ട് എടുത്തു എന്ന് അസ്യൂം ചെയ്യുക. അപ്പം എസ് ഗിവ്സ് 0S അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ അതെങ്ങനെ ഇട്ടും ഒരു സെൽഫ് ലൂപ്പ് ഇട്ട് 0. ഓക്കെ, ഇനി എസ് ഗിവ്സ് 1A. ഇങ്ങനൊരു ട്രാൻസിഷൻ Q1 എ എന്ന് പറയുന്നത് Q1 ആണ് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എസ് ഗിവ്സ് 1. അങ്ങനെ ഒരു ട്രാൻസിഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താ? ടെർമിനലിൽ എൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് റീച്ചിങ് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ എസ്സിയിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് 1. ഇനി നെക്സ്റ്റ് എ ഗിവ്സ് 0A. അവിടെ തന്നെ 0 ട്രാൻസിഷൻ. എ ഗിവ്സ് 1A. അതും അവിടെ തന്നെ ലൂപ്പ് 1. ഇനി എ ഗിവ്സ് 0, എ ഗിവ്സ് 1. അതെന്ന് പറയുന്നത് എന്താ? ഫൈനൽ സ്റ്റേറ്റിലേക്ക് 0 or 1 ട്രാൻസിഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. എസ് ഗിവ്സ് 0A, എസ് ഗിവ്സ് 0A, 1B, എസ് ഗിവ്സ് 0, എസ് ഗിവ്സ് 1. നെക്സ്റ്റ് എ ഗിവ്സ് 0S, എ ഗിവ്സ് 1B, എ ഗിവ്സ് 1. നെക്സ്റ്റ് ബി ഗിവ്സ് 0A, ബി ഗിവ്സ് 1S. നമ്മൾ ടപ്പിൾസ് എഴുതുക. ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് M equal to Q sigma delta Q0 F,
ഇവിടെ എത്ര നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ഉണ്ട് ക്വസ്റ്റ്യനിൽ? എസ് ഒരു നോൺ ടെർമിനലാണ്, എ ഒരു നോൺ ടെർമിനലാണ്, ബി ഒരു നോൺ ടെർമിനലാണ്. 3 നോൺ ടെർമിനൽസ്. സോ 4 സ്റ്റേറ്റ്സ്. 3 + 1 4 സ്റ്റേറ്റ്സ്. അതാണ് Q0, Q1, Q2, Q3. സിഗ്മ എന്ന് പറയുന്നത് 0, 1, ഇനീഷ്യൽ സ്റ്റേറ്റ് Q0, ഫൈനൽ സ്റ്റേറ്റ് Q3. അപ്പോൾ ഇനി ഈ ഓരോ പ്രൊഡക്ഷൻ നോക്കിയിട്ട് നമ്മൾ ഓട്ടോമേറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എസ് എന്ന് പറയുന്ന Q0 ആയിട്ടും എ എന്ന് പറയുന്ന Q1 ആയിട്ടും ബി എന്ന് പറയുന്ന Q2 ആയിട്ടും എടുത്തു. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എസ് ഗിവ്സ് 0A. അപ്പോൾ എസ്സിൽ നിന്ന്, അതായത് Q0യിൽ നിന്ന് Q1ലേക്ക് സീറോ ട്രാൻസിഷൻ. ഇനി നെക്സ്റ്റ് എസ് ഗിവ്സ് 1B. എസ് ഗിവ്സ് 1B എന്ന് പറയുമ്പോഴത്തേക്കും Q0 ആണ് നമ്മളുടെ എസ്, എ ആണ് Q1, ബി ആണ് Q2. അപ്പോൾ എസ് ഗിവ്സ് 1B എന്ന് പറയുമ്പോൾ Q0യിൽ നിന്ന് Q2യിലേക്ക് Q0യിൽ നിന്ന് Q2, ഇതാണ് നമ്മുടെ Q2. Q0യിൽ നിന്ന് Q2യിലേക്ക് ഒരു 1 ട്രാൻസിഷൻ. ഇനി നെക്സ്റ്റ് എസ് ഗിവ്സ് 0. ഇങ്ങനൊരു ട്രാൻസിഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോവാം. ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ ഏതാണ്? Q3. അപ്പോൾ എസ്സിൽ നിന്ന് 0 Q3. നെക്സ്റ്റും അത് തന്നെ, എസ് ഗിവ്സ് 1. അപ്പോൾ എസ് ഗിവ്സ് 0/1 ഫൈനൽ സ്റ്റേറ്റിലേക്ക്. ഇനി അപ്പോൾ നമ്മളിതാ ഇത്രയും കഴിഞ്ഞു, ഈ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എ. അപ്പോൾ എ കറസ്പോണ്ടിങ് ഏതാ? Q1. അപ്പോൾ എ ഗിവ്സ് 0S ആണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പം എ ഗിവ്സ് 0S, എസ് എന്ന് പറയുന്ന Q0. അപ്പം എയിൽ നിന്ന് 0 ട്രാൻസിഷൻ Q0. Q1ൽ നിന്ന് Q0യിലേക്ക് 0 ട്രാൻസിഷൻ. നെക്സ്റ്റ് എ ഗിവ്സ് 1B. എ എന്ന് പറയുന്നത് ഏതാ? Q1. ബി എന്ന് പറയുന്നത് ഏതാ? Q2. അപ്പോൾ ഇങ്ങോട്ട് 1 ട്രാൻസിഷൻ. നെക്സ്റ്റ് എ ഗിവ്സ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് എയിൽ നിന്ന് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് 1ലേക്ക് ഒരു ട്രാൻസിഷൻ. നേരത്തെ എ ഗിവ്സ് 1B എന്നുള്ളത് ഇതാണ് നമ്മളുടെ ബി Q2, അങ്ങോട്ടേക്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് ബി ഗിവ്സ് 0A. ബി എന്ന് പറയുന്നത് Q2 ആണ്. അപ്പം Q2യിൽ നിന്ന് എ എന്ന് പറയുന്ന Q1 അങ്ങോട്ടേക്ക് 0 ട്രാൻസിഷൻ. നെക്സ്റ്റ് ബി ഗിവ്സ് 1S. എസ് എന്ന് പറയുന്നത് Q0 ആണ്. അപ്പോൾ Q2യിൽ നിന്ന് Q0യിലേക്ക് 1 ട്രാൻസിഷൻ. ഓക്കെ. അപ്പം നമ്മളുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റർ കൺസ്ട്രക്റ്റ് ആയി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇത്രയും പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നേക്കുന്ന പ്രൊഡക്ഷൻസ് എഴുതുക. അതിനുശേഷം അതിൻ്റെ അകത്ത് എത്ര നോൺ ടെർമിനൽസ് ഉണ്ടാവും നോക്കണം. അപ്പോൾ ഇവിടെ A0, A1, A2, A3 4 നോൺ ടെർമിനൽസ്. അപ്പോൾ 5 സ്റ്റേറ്റ്സ് വേണം. Q0, Q1, Q2, Q3, Q4. Q0 ഇനീഷ്യൽ സ്റ്റേറ്റ്, Q4 ഫൈനൽ സ്റ്റേറ്റ്, A, B എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിൾസ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ A0 എന്ന് പറയുന്നത് Q0ക്ക് കറസ്പോണ്ടിങ്, A1 എന്ന് പറയുന്നത് Q1, A2 എന്ന് പറയുന്ന Q2, A3 എന്ന് പറയുന്ന Q3. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ പ്രൊഡക്ഷൻ A0 ഗിവ്സ് A0, അതെന്താണ്? സെൽഫ് ലൂപ്പ് കൊടുക്കുക. നെക്സ്റ്റ് A0 ഗിവ്സ് BA1. A0 എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q0, A1ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q1. അപ്പോൾ Q0യിൽ നിന്ന് Q1ലേക്ക് B ട്രാൻസിഷൻ. ഇനി നെക്സ്റ്റ് A1 ടു A2. A1ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഏതാണ്? Q1. A2ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q2. അപ്പോൾ Q1ൽ നിന്ന് Q2യിലേക്ക് A ട്രാൻസിഷൻ. ഇനി നെക്സ്റ്റ് A1 ഗിവ്സ് A3. A1ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q1, A3യുടെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q3. അപ്പോൾ Q1ൽ നിന്ന് Q3യിലേക്ക് A ട്രാൻസിഷൻ. നെക്സ്റ്റ് A2 ഗിവ്സ് അതെന്ന് A2ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q2. Q2യിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എന്നുള്ളതാണ്. Q2യിൽ നിന്ന് Q4 ഫൈനൽ സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ. ഇനി നെക്സ്റ്റ് A2 ഗിവ്സ് BA1. അപ്പം A2ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q2, A1ൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് Q1. അപ്പോൾ Q2യിൽ നിന്ന് Q1ലേക്ക് P ട്രാൻസിഷൻ.
A2 gives B E1. Then next എന്ന് പറയുന്നത് A2 gives B A3. അപ്പോൾ ഇവിടെ A2ൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് എന്ന് പറയുന്നത് A2ൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് എന്ന് പറയുന്നത് 2 to A3യുടെ കറസ്പോണ്ടിങ് സെറ്റ് എന്ന് പറയുന്നത് Q3 ആണ്. അപ്പം Q2ൽ നിന്ന് Q3യിലേക്ക് B ട്രാൻസിഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് A3 gives B. അപ്പം A3യുടെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഏതാ? Q3 gives B എന്ന് പറയുന്ന ഫൈനൽ സ്റ്റേറ്റിലേക്ക്. നെക്സ്റ്റ് A3 gives B A0. അപ്പോൾ അതാ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാ ട്രാൻസിഷൻസും ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ ഒരു റെഗുലർ ഗ്രാമർ തന്നു കഴിഞ്ഞാൽ അതിനെ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. Okay, thank you. I hope all understood this lecture and will continue in the upcoming videos.